ഹലോ സ്റ്റുഡൻസ്, അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൻ്റെ പേജ് നമ്പർ 84 പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ആണ്. ഇല്ലുസ്ട്രേഷൻ നമ്പർ 14 നോക്കാം. എ മാർക്കറ്റ് വിത്ത് 236 ഫാംസ് ഹാസ് ദ ഫോളോയിങ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ് ഇൻ ഡിഫറെൻറ്റ് ഇൻകം ഗ്രൂപ്പ്സ്. നമുക്ക് ഇൻകം ഗ്രൂപ്പ്സ് തന്നിട്ടുണ്ട്. 300 to 600, 600 to 1000 എന്ന് പറഞ്ഞിട്ട് ഇൻകം ഗ്രൂപ്പുണ്ട്. ഫ്രീക്വൻസി 2 എണ്ണമാണ് തന്നിരിക്കുന്നത്. നമ്പർ ഓഫ് ഫേംസും ഉണ്ട്, നമ്പർ ഓഫ് വർക്കേഴ്സും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾ ആകെ ചെയ്യേണ്ട എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫ്രീക്വൻസി നിങ്ങൾ എടുക്കുന്ന സമയത്ത് നമുക്ക് പ്രോബ്ലത്തിൽ ഒരു ഫ്രീക്വൻസി എടുക്കാനായിട്ട് പറ്റുള്ളൂ, 2 എണ്ണം പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിങ്ങൾ ഫ്രീക്വൻസി എടുക്കുന്ന സമയത്ത് ഇത് രണ്ടും കൂടെ ഇൻറ്റു ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്, മൾട്ടിപ്ലൈ ചെയ്തെടുക്കുക. നമ്പർ ഓഫ് ഫേംസും നമ്പർ ഓഫ് വർക്കേഴ്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താണോ അതിനെ വേണം നമ്മളിവിടെ ഫ്രീക്വൻസി ആയിട്ട് എടുക്കാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ നോക്കുക. ഫസ്റ്റ് ക്ലാസ് എല്ലാം എടുത്തെഴുതി, അതിനുശേഷം അതിൻ്റെ മിഡ് വാല്യൂ 300 to 600 എന്ന് പറയുമ്പം 900 ഡിവൈഡഡ് ബൈ 2 450 കിട്ടും. അങ്ങനെ എല്ലാത്തിൻ്റെയും മിഡ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. ഇതിൻ്റെ അടുത്ത് 2 ഫ്രീക്വൻസി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന 2 എണ്ണം, നമ്പർ ഓഫ് ഫേംസും നമ്പർ ഓഫ് വർക്കേഴ്സും എടുത്തെഴുതി. എന്നിട്ട് അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ പ്രോബ്ലത്തിന് വേണ്ട ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്പർ ഓഫ് ഫേംസും നമ്പർ ഓഫ് വർക്കേഴ്സും കൂടെ ഇൻറ്റു ചെയ്തെടുത്തു. അതിനുശേഷം എഫ്എക്സ് ഫ്രീക്വൻസി ഇൻറ്റു മിഡ് വാല്യൂ ചെയ്തു, സിഗ്മ എഫ്എക്സ് കിട്ടി. ഡയറക്റ്റ് മെത്തേഡ് അപ്ലൈ ചെയ്തിട്ട് അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ 2 ഫ്രീക്വൻസി ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അത് രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്തെടുത്താൽ മതി എന്നുള്ളത് മാത്രമേ ഇതിൻ്റെ അകത്തൊരു പോയിൻ്റായിട്ട് വരുന്നുള്ളൂ. പിന്നെ അടുത്ത് ഇല്ലുസ്ട്രേഷൻ നമ്പർ 15 നോക്കാം. കാൽക്കുലേറ്റ് അരിത്തമെറ്റിക് മീൻ ഫ്രം ദ ഫോളോയിങ് ഡേറ്റ. നമുക്ക് തന്നിരിക്കുന്ന ടെമ്പറേച്ചറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നെഗറ്റീവ് വാല്യൂസ് ക്ലാസ്സിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു പ്രോബ്ലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. -42, -30, -32, -20, -22, -10 അങ്ങനെ നെഗറ്റീവ് വാല്യൂസും പോസിറ്റീവ് വാല്യൂസും ഈ ഒരു ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾ അഡീഷണലായിട്ടൊന്നും ചെയ്യാനായിട്ടില്ല. മിഡ് പോയിൻ്റ് കാണുന്ന സമയത്ത് ഇതേ നെഗറ്റീവ് വാല്യൂവിനെ ഒന്ന് കൺസിഡർ ചെയ്യണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ക്ലാസ് എഴുതി -42 -30, അപ്പോൾ അത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് -70 എന്ന് കിട്ടുമല്ലോ. ഈ -70യുടെ മിഡ് പോയിൻ്റ് വേണം നമ്മൾ മിഡ് വാല്യൂ ആയിട്ട് എടുക്കാം. -70 ഡിവൈഡഡ് ബൈ 2 -35 എടുക്കുക. ഇതിൻ്റെ അടുത്തത് -30 to -20, അപ്പോൾ -50 ഡിവൈഡഡ് ബൈ 2 -25. അടുത്തത് -30 ഡിവൈഡഡ് ബൈ 2 -50. അങ്ങനെ എല്ലാത്തിൻ്റെയും മിഡ് പോയിൻ്റ് എടുത്തിരിക്കുന്നു. മിഡ് പോയിൻ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് നെഗറ്റീവ് വാല്യൂസും പോസിറ്റീവ് വാല്യൂസും വരും. ഫ്രീക്വൻസി എടുത്തെഴുതി, മിഡ് വാല്യൂവും ഫ്രീക്വൻസിയും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഡയറക്റ്റ് മെത്തേഡ് അപ്ലൈ ചെയ്തിട്ട് അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നു. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ് പ്രാക്ടിക്കൽ പ്രോബ്ലം നമ്പർ 13 കിടക്കുന്നത്. അത് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. പ്രത്യേകിച്ചൊന്നും ചെയ്യാനായിട്ടില്ല. മിഡ് വാല്യൂ എടുക്കുന്ന സമയത്ത് നെഗറ്റീവ് എടുക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ അടുത്താണ് ഇല്ലുസ്ട്രേഷൻ നമ്പർ 16. മിസ്സിംഗ് ഫ്രീക്വൻസി വരുന്നൊരു പ്രോബ്ലമാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് 6 ക്ലാസ് തന്നിട്ടുണ്ട്. 0 to 10, 10 to 20, 20 to 30, 30 to 40 എന്ന് പറഞ്ഞിട്ട് ക്ലാസ്സസ് തന്നിരിക്കുന്നു. ഇവിടെ നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അരിത്തമെറ്റിക് മീൻ എത്രയാണ്. നമ്മുടെ അടുത്ത് അരിത്തമെറ്റിക് മീൻ അല്ല കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അരിത്തമെറ്റിക് മീൻ നമുക്ക് തന്നിട്ടുണ്ട്. അരിത്തമെറ്റിക് മീൻ ഈസ് 34 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഒരു ഫ്രീക്വൻസി അവിടെ മിസ്സിംഗ് ആണ്. ആ ഫ്രീക്വൻസി എത്രയാണ് എന്നുള്ളതാണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മൾ സാധാരണ മീൻ കാണുന്ന പോലെ തന്നെ ഫസ്റ്റ് ക്ലാസ്സസ് എടുത്തെഴുതി, എല്ലാ ക്ലാസ്സിൻ്റെയും മിഡ് വാല്യൂ എഴുതി, ഫ്രീക്വൻസി തന്നിരിക്കുന്നതെല്ലാം എടുത്തെഴുതി, തന്നിട്ടില്ലാത്ത ആ മിസ്സിംഗ് ആയിട്ടുള്ളൊരു ഫ്രീക്വൻസിയുടെ അവിടെ നമ്മൾ എക്സ് എന്ന് കൊടുത്തു. പിന്നെ എഫ്എക്സ് കാൽക്കുലേറ്റ് ചെയ്തു. എഫ്എക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാം മിഡ് വാല്യൂ ഇൻറ്റു ഫ്രീക്വൻസിയാണ് ചെയ്തത്. 5 × 5, 15 × 15, 25 × 20. മിസ്സിംഗ് ആയിട്ടുള്ള വന്നപ്പോൾ 35 × x, 35x എന്ന് തന്നെ എഴുതുക. അതിനുശേഷം അത് ആഡ് ചെയ്യുന്ന സമയത്ത് സിഗ്മ എഫ്എക്സ് കാണുന്ന സമയത്ത് എക്സ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ കൂടെയുള്ളൊരു സംഖ്യയും വേരിയബിൾ ഇല്ലാത്ത സംഖ്യയും കൂടെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് വേരിയബിൾ ഇല്ലാത്ത ബാക്കിയുള്ള എല്ലാത്തിനെയും കൂടെ ആഡ് ചെയ്തു. 25 + 225 + 500 + 900 + 550 ചെയ്തപ്പോൾ 200 and 2200 കിട്ടി. 2200 + 35x എന്നാണ് നമ്മളവിടെ സിഗ്മ എഫ്എക്സ് കാണിച്ചിരിക്കുന്നത്. ദെൻ അടുത്തത് അരിത്തമെറ്റിക് മീനിൻ്റെ ഇക്വേഷൻ്റെ അകത്തേക്ക് അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അരിത്തമെറ്റിക് മീൻ ഇവിടെ നമുക്ക് എത്രയാണെന്നുള്ളത് തന്നിട്ടുണ്ട്. x bar = സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ n ആണ്.
ഫ്രീക്വൻസി ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ എക്സിനെ സെപ്പറേറ്റ് കാണിച്ചാൽ മതി. 70 + x എന്നാണ് അവിടെ എടുത്തിരിക്കുന്നത്. എന്നിട്ട് നേരെ ഇക്വേഷൻ്റെ അപ്ലൈ ചെയ്ത് കൊടുത്തു. 34 = 2200 + 35x ഡിവൈഡഡ് ബൈ 70 + x എന്ന് കാണിച്ചു. എന്നിട്ട് ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളതിനെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷനാണ് അവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 34 × 70 + x = 2200 + 35x എന്ന് വരും. അപ്പം നമ്മൾ 34നെ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന രണ്ടെണ്ണം വെച്ചിട്ട് ഇൻറ്റു ചെയ്യണം. 34 × 17 ചെയ്യണം, 34 × x ചെയ്യണം. അപ്പോൾ 34 × 70 ചെയ്യുമ്പോൾ 2380 + 34 × x ചെയ്തപ്പോൾ 34x = 2200 + 35x എന്ന് പറഞ്ഞിട്ട് വരും. എന്നിട്ട് അതിൻ്റെ അകത്ത് വേരിയബിളുള്ള രണ്ടെണ്ണം, വേരിയബിളുള്ള 34x 35x കിടപ്പുണ്ടല്ലോ, അതിനെ രണ്ടിനെ ഒരുമിച്ച് കൊണ്ടുവരിക, നമ്പേഴ്സിനെ രണ്ടിനെ ഒരുമിച്ച് കൊണ്ടുവരിക. അപ്പോൾ ഇവിടെ നമ്പേഴ്സിനെ രണ്ടിനെ ഒരുമിച്ച് കൊണ്ടുവരുന്ന സമയത്ത് ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് കിടക്കുന്ന 2200നെ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുവാണ്. അപ്പം ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേനും അതിൻ്റെ സൈൻ ഓപ്പോസിറ്റ് സൈൻ വരും, മൈനസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. 2380 - 2200 = 35x അവിടെ കിടന്നാണ് അതേപോലെ തന്നെ എഴുതി. 34xനെ അപ്പുറത്തേക്ക് കൊണ്ടുവന്ന സമയത്തും അതിൻ്റെയും സൈൻ ഓപ്പോസിറ്റ് വരും, പോസിറ്റീവ് ആയിരുന്നു. ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് പോയതുകൊണ്ട് അത് നെഗറ്റീവായിട്ട് മാറും. അപ്പം 2380 - 2200 കുറച്ച് കഴിയുമ്പോൾ നമുക്ക് 180 കിട്ടും. 180 = x എന്ന് കിട്ടും. അതായത് എക്സിൻ്റെ വാല്യൂ 180. എക്സ് ആയിട്ട് നമ്മളിവിടെ എടുത്തിരുന്നത് നമ്മുടെ മിസ്സിങ് ഫ്രീക്വൻസിയാണ്. 30 to 40 എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി ആയിരുന്നു മിസ്സിങ്. ആ ഫ്രീക്വൻസിയാണ് 180 എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇല്ലസ്ട്രേഷൻ നമ്പർ 17 ആണ്, ഓപ്പൺ എൻഡ് സീരീസ്. അപ്പം നമ്മൾ ഒരു ഓപ്പൺ എൻഡ് സീരീസ് നമ്മളൊന്ന് കണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലാസ് ഇൻ്റർവെല്ലും കൂടെ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് വേജസും നമ്പർ ഓഫ് വർക്കേഴ്സും ആണ് തന്നിരിക്കുന്നത്. ആദ്യത്തേത് ബിലോ 10 എന്നും, അടുത്തത് 10 to 30, 30 to 60, 60 to 100, 100 ആൻഡ് എബോവ് എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ക്ലാസ് ഇൻ്റർവെല്ല് നോക്കി, ആദ്യത്തെ ബിലോ 10 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇൻ്റർവെല്ല് അറിയില്ല. രണ്ടാമത്തത് 10 to 30 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ ക്ലാസ് ഇൻ്റർവെല്ല് എന്ന് പറയുന്നത് 20 ആണ്. അടുത്ത ക്ലാസ് 30 to 60 ആണ്, ക്ലാസ് ഇൻ്റർവെല്ല് 30 വരും. അടുത്ത ക്ലാസ് 60 to 100 ആണ്, ക്ലാസ് ഇൻ്റർവെല്ല് 40 വരും. അപ്പോൾ നമുക്ക് ക്ലാസ് ഇൻ്റർവെല്ല് കൂടിയല്ലേ പോണേ. ആദ്യത്തെ 20, പിന്നെ 30, പിന്നെ 40 അങ്ങനെയല്ലേ പോണേ. അപ്പോൾ അടുത്തത് 50 ആയിരിക്കത്തില്ലേ. അപ്പോൾ അതുകൊണ്ട് അടുത്ത ക്ലാസ്സിനെ നമുക്ക് 100 to 150 എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇതിന് മുമ്പ് നമുക്കൊരു ഓപ്പണൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ തന്ന സമയത്ത് പേജ് നമ്പർ 80 നമ്മൾ ഇല്ലസ്ട്രേഷൻ നമ്പർ 8 ഒരു ഓപ്പണൻറ്റ് ക്ലാസ് കണ്ടത്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെയും ക്ലാസ് ഇൻ്റർവെല്ല് സെയിം ആയിരുന്നു. 0 to 10, 10 to 30, 20 അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഇവിടെ ക്ലാസ് ഇൻ്റർവെല്ല് ഡിഫറൻസ് വന്നതുകൊണ്ടാണ് വീണ്ടും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കി ക്ലാസ് ഇൻ്റർവെല്ല് 10 വെച്ച് കൂടിയാണ് പോകുന്നത്. അപ്പോൾ ഏറ്റവും അവസാനത്തെ ക്ലാസ് അതുകൊണ്ട് തന്നെ ക്ലാസ് ഇൻ്റർവെല്ല് 50 ആയിരിക്കും എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് അതിനെ 100 to 150 എന്ന് എഴുതാം. അതേപോലെ ആദ്യത്തെ ക്ലാസ്, അപ്പം രണ്ടാമത്തെ ക്ലാസ്സിൻ്റെ ക്ലാസ് ഇൻ്റർവെല്ല് 20 ആണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ക്ലാസ്സിൻ്റേത് 10 ആയിരിക്കണമല്ലോ. അപ്പോൾ അതിനെ നമുക്ക് അതുകൊണ്ട് 0 to 10 എന്നും എഴുതാനായിട്ട് പറ്റും. അപ്പോൾ അതിനെ പ്രോപ്പർ ക്ലാസ് ആക്കി 0 to 10, 10 to 30, 30 to 60, 60 to 100, 100 to 150 എന്ന് എഴുതി. ദെൻ മിഡ് വാല്യൂ കണ്ടുപിടിച്ചു. നേരെ ഇക്വേഷൻ്റെ അകത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നു. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ക്വസ്റ്റ്യനാണ്. അടുത്ത നമുക്ക് പുതിയൊരു ടോപ്പിക്ക് പഠിക്കാനായിട്ടുള്ളതാണ് കമ്പൈൻഡ് മീൻ. നമുക്ക് രണ്ടോ അതിലധികമോ റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പുകളുടെ അരിത്തമെറ്റിക് മീനും നമ്പർ ഓഫ് ഐറ്റംസും തന്നിട്ടുണ്ടെങ്കിലാണ് നമുക്ക് കമ്പൈൻഡ് മീൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫോർമുലയാണ് പേജ് നമ്പർ 87 തന്നിരിക്കുന്നത്. x⁻1 2 = n1 x⁻1 + n2 x⁻2 ഡിവൈഡഡ് ബൈ n1 + x2 എന്ന് പറയുന്നത്. ഈ x⁻1 2 എന്ന് തന്നിരിക്കുന്നത് രണ്ടോ അതിലധികമോ എണ്ണത്തിൻ്റെ നമുക്ക് തന്നിട്ടുണ്ടെന്നല്ലേ പറഞ്ഞു. അപ്പോൾ ഇവിടെ രണ്ടെണ്ണത്തിൻ്റെ വെച്ചിട്ടാണ് ഇക്വേഷൻ കാണിച്ചേക്കുന്നത്. ഇതേപോലെ എത്ര എണ്ണം ഉണ്ടെങ്കിലും നമുക്ക് ഈ ഇക്വേഷൻ ഇങ്ങനെ കൂട്ടി പോകാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്പർ ഓഫ് ഐറ്റംസ് ഇൻറ്റു ആ ഗ്രൂപ്പിൻ്റെ മെയിൻ ചെയ്യുക, പ്ലസ് അടുത്ത ഗ്രൂപ്പിൻ്റെ നമ്പർ ഓഫ് ഐറ്റംസ് ഇൻറ്റു അതിൻ്റെ മെയിൻ ചെയ്യുക, ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ്, ആദ്യത്തെ ഗ്രൂപ്പിൻ്റെ നമ്പറും രണ്ടാമത്തെ ഗ്രൂപ്പിൻ്റെ നമ്പറും അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് കമ്പൈൻഡ് മീൻ അവിടെ കിട്ടും. കാണുമ്പം ഇച്ചിരി പാടാണെങ്കിലും നല്ല സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇല്ലസ്ട്രേഷൻ നമ്പർ 18 ഒന്ന് നോക്കുക.
The mean height of 20 male workers in a factory is 170 centimeter and the mean height of 30 female workers in the same factory is 150. Find the combined mean height of 50 workers in the factory. അപ്പോൾ 20 ജെൻസിൻ്റേത് 170 മീൻ എന്ന് പറയുന്നത്. അതേപോലെ 30 ഫീമെയിൽസിൻ്റേത് 150 ആണ് മീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 20 മെയിൽ എന്നുള്ളതിനെ നമുക്ക് N1 എന്നെടുക്കാം. അവരുടെ മീനിനെ നമുക്ക് X⁻1 എന്നും എടുക്കാം. അടുത്തത് 30 ഫീമെയിൽ എന്നുള്ള 30നെ നമുക്ക് N2 എന്നും എടുക്കാം. അവരുടെ മീനായിട്ടുള്ള 150നെ നമുക്ക് X⁻2 എന്നും എടുക്കാം. എന്നിട്ട് നേരെ ഇക്വേഷൻ്റെ അകത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. N1 ഇൻറ്റു X1 അതായത് 20 ഇൻറ്റു 170 പ്ലസ് 30 ഇൻറ്റു 150 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ N1 പ്ലസ് N2 എന്ന് പറയുമ്പോൾ 20 പ്ലസ് 30 50 വരും. എന്നിട്ട് ഫസ്റ്റ് ബ്രാക്കറ്റിൽ കിടക്കുന്നത് നമ്മൾ ഇൻറ്റു ചെയ്യുക. 20 പ്ലസ് 20 ഇൻറ്റു 170 30 ഇൻറ്റു 150 ഇത്രയും ചെയ്യാം. അപ്പോൾ 3400 പ്ലസ് 4500 ഡിവൈഡഡ് ബൈ 50 എന്ന് കിട്ടും. 7900 ഡിവൈഡഡ് ബൈ 80 158 കിട്ടും. പ്രാക്ടിക്കൽ പ്രോബ്ലത്തിൽ പ്രോബ്ലം നമ്പർ 20 ആൻഡ് 21 നിങ്ങൾ ചെയ്ത് നോക്കണം. 2 ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. സെയിം മോഡൽ ഇല്ലസ്ട്രേഷനാണ് ഇല്ലസ്ട്രേഷൻ നമ്പർ 90 പറഞ്ഞിരിക്കുന്നത്, അത് പറയുന്നില്ല. അടുത്ത ഇല്ലസ്ട്രേഷൻ നമ്പർ 21 നോക്കുക, പേജ് നമ്പർ 88. അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന മീൻ ഏജ് ഓഫ് ഗ്രൂപ്പ് ഓഫ് 100 ചിൽഡ്രൻസിൻ്റെ മീൻ എന്ന് പറയുന്നത് 9.35 ആണ്. അതിലെ തന്നെ ദ മീൻ ഏജ് ഓഫ് 25 ഓഫ് ദം, അതിൽ 25 പേരുടേത് 8.25ഉം ബാക്കി 65ൻ്റേത് 10.50 ആണെന്ന് തന്നിട്ടുണ്ട്. അതായത് ടോട്ടൽ 100 പേര്, അതിൽ 25 പേരുടെ വേറെയും 65 പേരുടെയും നമുക്ക് വേറെ തന്നിട്ടുണ്ട്. അപ്പോൾ ആ 100 പേരുടെ എന്നും പറഞ്ഞ് നമുക്ക് തന്നിരിക്കുന്ന കമ്പൈൻഡ് മീനാണ്. അതുകൂടാതെ 25ൻ്റെയും 65ൻ്റെയും നമുക്ക് തന്നു. അപ്പോൾ 25ഉം 65ഉം കൂടെ കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 90 കിട്ടും. പിന്നെ ഒരു 10 പേരുടെ നമുക്ക് അവിടെ തന്നിട്ടില്ലോ, അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. വാട്ട് വാസ് ദ മീൻ ഏജ് ഫോർ ദ റിമൈൻഡർ എന്ന് പറയും. അതായത് ബാക്കിയുള്ള 10 പേരുടെ മീൻ ഏജ് എത്രയാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് 3 എണ്ണം ഉള്ളതുകൊണ്ട് ഇക്വേഷൻ്റെ നീളം ഒന്നുകൂടെ കൂടി N3 X⁻3 കൂടെ അവിടെ വന്നു. പിന്നെ നമുക്ക് തന്നിരിക്കുന്ന എല്ലാം ക്വസ്റ്റ്യൻ്റെ അകത്തേക്ക് അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുത്തു. കമ്പൈൻഡ് മീൻ 100 പേരുടേത് 9.35 ആണെന്നുള്ളത് തന്നിട്ടുണ്ടല്ലോ, അതിട്ട് കൊടുത്തു. എന്നിട്ട് ഈസ് ഈക്വൽ ടു ആദ്യത്തെ 25ൻ്റേത് 8.75, പിന്നത്തെ 65 പേരുടേത് 10.50 ഇട്ട് കൊടുത്തു. പിന്നത്തെ 10 പേരുടെ നമുക്കറിയത്തില്ലാത്തതുകൊണ്ടാണ് 10 ഇൻറ്റു എക്സ് എന്ന് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ 100 ഇട്ട് കൊടുത്തു. എന്നിട്ട് ആ എക്സ് ഒഴികെ ബാക്കിയുള്ളതെല്ലാം ഇൻറ്റു ചെയ്തെടുത്തു. അപ്പോൾ 25 ഇൻറ്റു 8.75 ഇൻറ്റു ചെയ്തപ്പോൾ 218.75ഉം 6.65 ഇൻറ്റു 10.50 ഇൻറ്റു ചെയ്തപ്പോൾ 682.5ഉം കിട്ടി. 10 ഇൻറ്റു എക്സ് 10x എന്നും കിട്ടി. then ആ സ്റ്റെപ്പിൽ വെച്ചിട്ട് അവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് 9.35 ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 900 ആൻഡ് 1.25 പ്ലസ് 10x എന്നുള്ളത് വന്നു. അപ്പം 9.35 ഇൻറ്റു 100 ചെയ്യുമ്പോൾ അത് 935 വരും. അതിൻ്റെ അകത്തുനിന്ന് 900 ആൻഡ് 1.25 ഡിഡക്റ്റ് ചെയ്തു. ഈസ് ഈക്വൽ ടു 10x എന്ന് വന്നു. അപ്പോൾ 10x ഈസ് ഈക്വൽ ടു 33.75 എന്നാണ് കിട്ടിയത്. അപ്പോൾ എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി 33.75നെ 10 വെച്ച് ഡിവൈഡ് ചെയ്തു. 3.375 കിട്ടി. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള ആ ഒരു ബേസിക് റൂള്, ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഫ്രാക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് മൈനസ് ആവും, മൈനസ് പ്ലസ് ആകും, ഇൻറ്റു ഡിവിഷൻ ആവും, ഡിവിഷൻ ഇൻറ്റു ആകും എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. അതൊക്കെ ഉണ്ടെങ്കിൽ അത് ഒക്കെ അപ്ലൈ ചെയ്താലേ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. അറിയില്ല എന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 22 നോക്കുക. ഇതിനകത്ത് മീൻ സാലറി പെയ്ഡ് ടു എംപ്ലോയീസ് ഓഫ് എ ഫാക്ടറി 600. അതായത് ഒരു ടോട്ടൽ എംപ്ലോയീസിന് കൊടുക്കുന്ന മീൻ സാലറി 600 കമ്പൈൻഡ് മീനാണ് നമുക്ക് 600 തന്നേക്കുന്നത്. അതായത് X⁻12 ആണ് 600 എന്ന് പറയുന്നത്. ദെൻ മെയിൽസിൻ്റെ സാലറി എന്ന് പറയുന്നത് 620ഉം ഫീമെയിൽസിൻ്റെ 520ഉം. അപ്പം X⁻1ഉം X⁻2 ആണ് 620ഉം 520ഉം എന്ന് പറയുന്നത്. നമ്മുടെ അടുത്ത് എണ്ണം പറഞ്ഞിട്ടില്ല. N1 N2 ടോട്ടൽ നമ്പർ N1 2 ഇതൊന്നും നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട്
നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട പെർസെൻറ്റേജ് ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ വർക്കേഴ്സ് എന്ന ഫാക്ടർ. പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നമുക്ക് ടോട്ടലിനെ 100 എന്നെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് വർക്കേഴ്സ് 100 എന്നുള്ള അസംഷനിൽ നമ്മളെടുത്ത് പോവാണ്. അപ്പം സൊല്യൂഷനിലേക്ക് നോക്കാം. കമ്പൈൻഡ് മീൻ 600 ആണ്. 600 ഈസ് ഈക്വൽ ടു N1 × 620 പ്ലസ് 520 × 100 മൈനസ് N1. അത് 100 മൈനസ് N1 എന്ന് എടുക്കാനായുള്ള കാരണം രണ്ടും കൂടെ കൂടുമ്പോൾ 100 ആണ് നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ ഒന്നിനെ N1 എന്ന് എടുത്താൽ മറ്റേതിനെ 100 മൈനസ് N1 എന്ന് എടുക്കാം. 100ൽ നിന്ന് മറ്റേത് കുറയ്ക്കുന്നതാണല്ലോ. 100ൽ നിന്ന് മെയിലിൻ്റെ എണ്ണം കുറയ്ക്കുന്നതായിരിക്കുമല്ലോ ഫീമെയിൽസിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ എടുത്തിരിക്കുന്നത്. കാരണം അവിടെ നമ്മൾ N2 എന്നിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ 2 വേരിയബിൾസ് ആയി പോകും, N1 N2 എന്നും പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് 2 വേരിയബിൾസ് ഒറ്റ ഇക്വേഷനിൽ പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് രണ്ടിടത്തും N1 ഇട്ട് നമ്മൾ ചെയ്യുന്നത്. ദെൻ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. 600 × 100 ഈസ് ഈക്വൽ ടു 620 N1 പ്ലസ് 52,000 മൈനസ് 520 N1 എന്ന് വന്നു. ഡിജിറ്റ് രണ്ടും കൂടെ സോൾവ് ചെയ്തു. 60,000 നിന്ന് 52,000 ഡിഡക്റ്റ് ചെയ്തു. അപ്പം 100 N1 എന്ന് കിട്ടി. N1 കാണാൻ വേണ്ടി 8,000 ഡിവൈഡഡ് ബൈ 100 ചെയ്തു. അപ്പോൾ 80 കിട്ടി. N1 എന്ന് പറഞ്ഞാൽ 80 ആണെന്നുണ്ടെങ്കിൽ N2 എന്ന് പറഞ്ഞാൽ 100 മൈനസ് N1 ആയിരിക്കുമല്ലോ. അപ്പോൾ 100 മൈനസ് 80 ചെയ്തു, 20 കിട്ടി. അപ്പം മെയിൽ വർക്കേഴ്സിൻ്റെ എണ്ണം 80 എന്നും ഫീമെയിൽ വർക്കേഴ്സിൻ്റെ എണ്ണം 20 എന്നും കിട്ടും.